എന്താണ് പലപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ പറ്റാതെ പോകുന്നത്? 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ സ്നേഹത്തിൻ്റെ ടാങ്ക് ശൂന്യമായി വരുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ ഒരു പ്രവണതയുണ്ടാകും. ചെറിയ കാര്യങ്ങൾ പോലും ക്ഷമിക്കാനാവില്ല. കൊച്ചു കുഞ്ഞുങ്ങളുടെ കുസൃതി പോലും നമ്മെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിക്കളയും. ക്ഷമിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ സ്നേഹത്തിൻ്റെ ടാങ്ക് നിറയ്ക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയണം. ക്ഷമിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന രണ്ടാമത്തെ മേഖല ഒരു പ്രൈഡിൻ്റെ മേഖലയാണ്, ഒരു അഹംഭാവത്തിൻ്റെ മേഖല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അതുണ്ട്. നമുക്കെന്താണ് തോന്നുന്നത്? എന്താ എല്ലാവരും ഇങ്ങനെ? എന്താ എല്ലാവർക്കും കുഴപ്പം? പലപ്പോഴും കുഴപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ നാം വൈകിപ്പോകുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം സംഭവിക്കണമെന്ന്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും പെരുമാറണമെന്ന് അറിയാതെ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. ശരിക്കും നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ അവസാനം ഇങ്ങനെ പറയുകയാണ്. വരദാനങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, കൂടുതൽ ശ്രേഷ്ഠമായത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിങ്ങൾ മാലാഖമാരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഭാഷ നന്നായാലും സ്നേഹമില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. 2, നിങ്ങൾക്ക് സകല വിജ്ഞാനവുമുണ്ടെങ്കിലും സകല രഹസ്യങ്ങളും നിങ്ങൾക്കറിയാമെങ്കിലും സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. 3, നിങ്ങൾക്ക് പ്രവചന വരമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. മലകളെ മാറ്റാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. 5, നിങ്ങൾ സകല സ്വത്തും ദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. 6, നിങ്ങളുടെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. താഴോട്ട് നാം ഇങ്ങനെ വായിക്കും, സ്നേഹം പുണ്യങ്ങളുടെ മാതാവാണ് എന്ന്. സ്നേഹം സകലതും ക്ഷമിക്കുന്നു.